ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അന്നമ്മ ടീച്ചർക്ക് 9C അല്ലേ? 8Cയിൽ അറ്റൻഡൻസ് എടുക്കുമ്പോഴേക്ക് വന്നേക്കാമെന്ന് ഫാദർ പറഞ്ഞു. അപ്പൊ ശരി. സയൻസ് ടീച്ചർ പ്രസവിക്കാൻ പോയി, ആ ഒഴിവ് അങ്ങനെ കിടക്കുക. ഹിന്ദി ടീച്ചർ പ്രസവിക്കാൻ പോയി, ആ ഒഴിവും അങ്ങനെ കിടക്കുക. എന്നിട്ട് ആ ഒഴിവിലേക്ക് കയറി വരണതോ മ്യൂസിക് ടീച്ചർ. ഇന്ന് കാലത്ത് ബിഷപ്പ് ഹൗസിൽ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോഴാ ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റിന്റെ കാര്യം ഞാൻ അറിഞ്ഞത്. ഈ സൈക്കോളജി ഒക്കെ മിസ് നിർമ്മലയോട് പറഞ്ഞിട്ട് എന്തിനാ? അപ്പൊ എന്താ എടുക്കണേന്ന് പറഞ്ഞത്? ഹിസ്റ്ററി അല്ല, പാട്ട്. പാട്ടിനും കൂത്തിനും ഒക്കെ ധാരാളം സർട്ടിഫിക്കറ്റ്സ് ഉണ്ടല്ലോ. അപ്പോ ഇന്നോട്ട് തന്നെ തുടങ്ങല്ലേ അഭ്യാസങ്ങളൊക്കെ? സുപ്രഭാതം വെച്ചോ. ആ രാഘവ മാഷോ, ഇന്നും ലേറ്റ് ആയിട്ടാണല്ലോ. ആ മാഷേ, ഓ ഇത് പുതിയ ടീച്ചറാ, മ്യൂസിക്, മിസ് നിർമ്മല മേനോൻ. നമസ്കാരം. ഞാൻ പണിക്കര് മാഷ്, PV രാഘവ പണിക്കർ. 20 കൊല്ലമായിട്ട് ഇവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുക. മലയാളം വിദ്വാനാ. എന്താ മാഷ് പോണില്ലേ? എന്താ ചെയ്യാ, ഓരോരോ വിധികള് അല്ലേ? ലീവ് വേക്കൻസിയിൽ ആരും വന്നില്ലേലും നമുക്ക് അങ്ങോട്ട് മാനേജ് ചെയ്യാം. മിസ് ഈ പാട്ടൊക്കെ പഠിപ്പിക്കുന്നതിന്റെ ഇടയിലെ ക്ലാസ്സുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആ 8Cയിൽ അറ്റൻഡൻസ് എടുക്കാൻ ഞാൻ ഒരാളെ വിട്ടിട്ടുണ്ട്. അവിടെ ഇപ്പൊ തന്നെ ചെന്ന് GK തുടങ്ങിക്കോളൂ. ഈ GK എന്ന് വെച്ചാ? അറിയില്ല അല്ലേ? ഓ, ഫ്രഷ് അപ്പോയിന്റ്മെന്റ് അല്ലേ? ജനറൽ നോളജ്. ഇങ്ങനെ നമ്മക്കിടയിലുള്ള കൊച്ചു വർത്തമാനങ്ങളൊക്കെ. ഈ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ഭാര്യയുടെ പേരെന്താ? അലക്സാണ്ടർ ചക്രവർത്തി കേരളത്തിൽ വന്നപ്പം മരച്ചീനിയുടെ തറവിലെന്ത്? എണ്ണക്കുരുക്കളിൽ ചെറിയ കുരു ഏത്? അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ പറയാന്നേ. അത് തന്നെ GK. മനസ്സിലായി. ഞാൻ തന്നെ നിർമ്മല മിസ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കം കം പ്ലീസ് കം. നമ്പർ 34 ഷാഹുൽ ഹമീദ്. പ്രസന്റ് ടീച്ചർ. നമ്പർ 35 ഷർമി ജെ. പ്രസന്റ് ടീച്ചർ. നമ്പർ 36 ടിങ്കു ജെയിംസ്. യെസ് സ്പീക്കിംഗ്. എന്താ അവിടെ? വാട്ട്സ് ഹാപ്പനിങ്? യു സ്റ്റാൻഡ് അപ്പ്. എന്താ കയ്യില്? കാണട്ടെ. ടിങ്കുവിന്റെ ബർത്ത്ഡേ ആണ്. അതാ കാര്യല്ലേ? ഇങ്ങതാ, ഇതൊക്കെ ക്ലാസ് കഴിഞ്ഞു കൊടുത്താൽ മതി. ഇങ്ങോട്ട് താ. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. അറ്റൻഡൻസ് ഒക്കെ എടുത്തില്ലേ ടീച്ചറെ? ഫാദർ. എന്നാ വേഗം പോയി ലീവ് എടുത്തോളൂ. ഇത് നിർമ്മല മിസ്, നിങ്ങൾ ഡാൻസും മ്യൂസിക്കും പഠിപ്പിക്കുന്ന ടീച്ചർ. മൈ ഡിയർ സ്റ്റുഡന്റ്, ഇവിടെ എന്താ ചിരിക്കണ്ടേ? യു സ്റ്റാൻഡ് അപ്പ്. എത്ര കാലമായി തുടങ്ങിയിട്ട്? ഇക്കണക്കിന് പോയ സഡേറ്റീവ്സ് തരേണ്ടി വരുമല്ലോ. ഭ്രാന്തായ എന്താ ചെയ്യ? ഏതാണ്ട് പകുതി കുട്ടികൾക്കും ഭ്രാന്താ. ഇതോ ഇന്ന് നിർമ്മല മിസ് നിങ്ങൾക്ക് GK. ഞാൻ ഇന്നലെ തന്ന ഹോംവർക്കൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ മിസ്സിനെ കാണിക്കാൻ. പാടാൻ താല്പര്യമുള്ള കുട്ടികളെ മിസ് ഡാൻസ് പഠിപ്പിക്കും, പാടാൻ താല്പര്യമുള്ള കുട്ടികളെ മിസ് മ്യൂസിക് പഠിപ്പിക്കും. ഒറ്റയാളാണിങ്ങരുത്. എന്റെ സ്വഭാവം നിങ്ങൾക്കറിയാലോ. ആ, കർത്താവിനെ മനസ്സിൽ വിചാരിച്ച് ടീച്ചർ ആദ്യത്തെ സ്റ്റെപ്പ് ചവിട്ടിക്കൊള്ളു. ഇതിപ്പോ പൊട്ടിപ്പോവും. നിങ്ങൾ എങ്ങനെ ശ്വാസം പിടിച്ചോണ്ടിരുന്നാൽ എങ്ങനെയാ? ഫാദർ മിണ്ടരുതെന്ന് പറഞ്ഞെന്ന് വെച്ച് എപ്പോഴും ഇങ്ങനെ അടക്കി പിടിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അല്ല, ഭ്രാന്തന്മാരും ചട്ടമ്പികളും ഒക്കെ ഉണ്ടോ ഈ ക്ലാസ്സിൽ? ചിലരെയൊക്കെ എനിക്ക് ചെറിയ പരിചയമുണ്ട്, പക്ഷെ എല്ലാരെയും ഒന്നും അറിയില്ല. അറ്റൻഡൻസ് ഞാൻ എടുക്കാത്തോണ്ട് ആരുടെയും പേരും അറിഞ്ഞൂടാ. ആ, ഇനിയും സമയമുണ്ടല്ലോ. ആരുടെ ഈ ബോക്സ്? സ്വീറ്റ്സ് അല്ലേ? പുതിയ ടീച്ചർ വരുന്നു എങ്ങനെ അറിഞ്ഞു? മോശമല്ലല്ലോ നിങ്ങള്. അത് ഫാദറിന്റെയാ. ഫാദർ വന്നപ്പോ മറന്നു വെച്ചതാ. ഈ പ്രായത്തിലാ മുട്ടായി കൊതി. കൊള്ളാം. ദാ, ഇത് ഫാദറിന് കൊടുത്തേക്ക്. ഇവിടെ വെച്ചിട്ട് പോയതാ. വലിയ മറവിക്കാരനാ. എന്താ? മിഠായി പെട്ടി ക്ലാസ്സിൽ മറന്നു വെച്ചായിരുന്നു അല്ലേ? താൻ പോയിക്കോ, ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. ശരി അച്ചു.
കുട്ടികളുടെ വിളച്ചിലിച്ചിരി കൂടുന്നുണ്ട് എന്ന് വെച്ച് നമുക്ക് നിങ്ങളെ കെട്ടിയിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ? രാഘവ മാഷ പറയുന്നതാ അതിന്റെ ഒരു നേര്. കുട്ടികൾ നന്നാവണമെങ്കിൽ ആദ്യം തന്റെയും തള്ളിയും നന്നാവണം. ആ ഇപ്പൊ ഇത് സർക്കാർ സ്കൂളിനേക്കാളും കഷ്ടമായി. ഇമ്പോസിഷനും അടിയൊന്നും പിള്ളേർക്ക് ഒരു പേടിയില്ല. നിങ്ങൾ ഈ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. പഠിപ്പിക്കുന്നവരും നന്നാവണം. മുമ്പൊക്കെ ഗുരുജനങ്ങളെന്ന് വെച്ചാൽ ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ എങ്ങനെ പോയി എന്നാ വിശാലാക്ഷി ടീച്ചർ പറയണത്? ചമഞ്ഞൊരുങ്ങി പിള്ളേരുടെ മുമ്പിൽ ചെന്ന് നിന്നാ കിട്ടുന്നതാണ് ഈ ബഹുമാനമെങ്കില്. ഇനിയിപ്പൊ എനിക്ക് വേണ്ട, വയസ്സായി. ഞാൻ മാഷോടല്ല പറഞ്ഞത്. മാഷയുടെ അഭിപ്രായം ഞാൻ ചോദിച്ചില്ല. ഞാനൊരു സത്യം പറഞ്ഞു എന്ന് വെച്ച് വിശാലാക്ഷി മകർന്ന് ചാടുവൊന്നും വേണ്ട. മാഷ പോലെ ഡൈ ചെയ്ത് മുടി കറുപ്പിക്കേണ്ട ഗതികേട് ഇപ്പോ എനിക്ക് വന്നിട്ടില്ല. ഞാൻ ചമയുന്നുണ്ടെങ്കിലേ അത് എന്റെ ചെലവില. അതാ അപ്പൊ നന്നായ. ടീച്ചർ എവിടെ പോയിരുന്നു? ഉച്ചയൂണ് കണ്ടില്ല? ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചു. അതെയോ? ഞങ്ങളിത് ഇവിടെ കുട്ടികളുടെ ഒരേ വിക്രികളെ കുറിച്ച് പറയായിരുന്നു.